കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. ചിരാഗ് പസ്വാനുമായി ബി.ജെ.പി. ഉണ്ടാക്കിയ ധാരണയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി. പി ബസൻ വിവരങ്ങളുമായിട്ട്. ബസൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചർച്ചകളായിരുന്നു ചിരാഗ് പസ്വാനുമായി. അതിനിടയിൽ പശുപതി പരസിന്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്ന ആശങ്കകൾ ഉയർന്നു. ഇപ്പോൾ പസ്വാനുമായി ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ പശുപതി പരസ് വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണോ പുറത്തു പോകുന്നത്? രാംവിലാസ് പസ്വാൻ രാജിവെച്ചതിനെ തുടർന്നാണ് LJP-യിൽ പിളർപ്പുണ്ടാകുന്നത്. അതിൽ സഹോദരൻ പശുപതി പരസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെയാണ് അന്ന് BJP അംഗീകരിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തത്. ചിരാഗ് പസ്വാനെ പുറത്താക്കുകയും ചെയ്തിരുന്നു NDA-യിൽ നിന്നും. 5 MP-മാർ പരസിനൊപ്പം നിൽക്കുകയും ചെയ്തു. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പശുപതിയെ തഴഞ്ഞ് ചിരാഗുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ബീഹാർ തീരുമാനിച്ചു. ബീഹാർ NDA 5 സീറ്റ് ചിരാഗ് പസ്വാൻ അടക്കം നൽകുകയും ചെയ്തു. രാംവിലാസ് പസ്വാന്റെ മണ്ഡലമായ ഹാജിപൂരിൽ ചിരാഗ് പസ്വാന് സീറ്റ് നൽകുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പശുപതി പരസ് രാജിവെച്ചിരിക്കുന്നത്. തന്നോടൊപ്പമുള്ള 5 MP-മാർക്കും സീറ്റ് നൽകിയില്ല, പൂർണ്ണമായും തഴഞ്ഞു എന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. ഇനിയിപ്പോ ഇന്ത്യ പക്ഷത്തേക്ക് കൂറുമാറ്റം പ്രതീക്ഷിക്കണോ, അതോ BJP എന്തെങ്കിലും സമവായത്തിന് സാധ്യതകളുണ്ടോ? സമവായത്തിനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. BJP ഇന്നലെ തന്നെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. NDA-യുടെ സീറ്റ് വിഭജനം 17 സീറ്റ് BJP, 16 സീറ്റ് ജനതാദൾ യുണൈറ്റഡ്, 5 സീറ്റ് HAM-നും 1 സീറ്റ് RLD-ക്കും 5 സീറ്റ് ചിരാഗ് പസ്വാനും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലൊരു സീറ്റ് ചർച്ച എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ത്യ അലയൻസിലേക്ക് പോയാലും പശുപതി പരസിന്റെ സാധ്യതകളും വളരെയധികം പരിതാപകരമായ സ്ഥിതിയായിരിക്കും. അത്ര വലിയ സ്വാധീനമൊന്നുമുള്ള ഒരു നേതാവല്ല പശുപതി പരസ്. രാംവിലാസ് പസ്വാന്റെ ചുവട് പിടിച്ച് രാഷ്ട്രീയത്തിൽ വന്ന ഒരു നേതാവ് മാത്രമാണ്. ശരി. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. പശുപതി പരസാണ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചത്. ചിരാഗ് പസ്വാനുമായി BJP ധാരണയുണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജി.